നമുക്ക് ഇസ്രായേലിൽ നിന്നുള്ള മലയാളിയായ സോളമനിലേക്കൊന്ന് പോകാം. സോളമൻ, നിലവിൽ ഇറാൻ ഒരു ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പ്, അത് ഇസ്രായേലിന് മേലുള്ള വലിയൊരു ആക്രമണമായിരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതിലാണ് നമുക്കും ഒരു ആശങ്കയുള്ളത്. നിലവിൽ സൈറണുകൾ എന്തെങ്കിലും ഉണ്ടോ? ടെല്ലവീവിലെ സാഹചര്യം എന്താണ് സോളമൻ? ടെല്ലവീവിൽ ഇതുവരെ ഒരു സൈറണും മുഴങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് 8 മണിക്ക് അതായത് ഇസ്രായേൽ സമയം 8 മണിക്ക് സംസാരിച്ച ആ ഒരു ഇത് വെച്ചിട്ട് ആ സമയത്ത് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഹൈഫ നഗരി, അതായത് നോർത്തേൺ ഇസ്രായേലിൽ സൈറൺ ഉണ്ടായിരുന്നു, മിസൈലുകൾ വന്നു. ആ ഒരു തല്ലാതെ ഇഞ്ചുറികളോ മറ്റും ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടെല്ലവീവിൽ ഇതുവരെയും സൈറണൊന്നും വന്നിട്ടില്ല. ഞങ്ങളത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പ്രാദേശികമായി അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നത് തിരിച്ചുള്ള ആക്രമണം, ഇറാനിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോൾ വരുന്ന ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? അത് ഇവിടുത്തെ ഈ നമ്മളെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റ് ഒരു സ്ഥലങ്ങളിലെ പോലെ ഇവിടെ അധികമായിട്ടുള്ള ഒരു ഇതൊന്നും കാണിക്കാറില്ല അവര്. അത് സ്വാഭാവികമായിട്ടുമുള്ള പിന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഇത് പറയാറുള്ളൂ, കാണിക്കാറുള്ളൂ. കൂടുതലായിട്ട് ഇതിന്റെ ഒരു വിഷ്വലൊന്നും അവർ ഇത് കാണിക്കാറില്ല അങ്ങനെ. അതുകൊണ്ട് ഇവിടുത്തെ ന്യൂസിലൊന്നും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. പക്ഷെ അവർ തരുന്ന ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത്. കൂടുതൽ ആ വിഷ്വൽസ് ഒന്നും അങ്ങനെ ഇതിനകത്ത് അധികം കാണിക്കാറില്ല. ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ ടെല്ലവീവിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളോടൊക്കെ. അതെ, അത് ഇന്ന് രാവിലെ വരെ അങ്ങനെ തന്നെ തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം വൈകുന്നേരത്ത് വരെ അതിന്റെ ഒരു സാഹചര്യം ടെല്ലവീവിൽ ഉണ്ടായിട്ടില്ല. നോർത്തേൺ ഇസ്രായേലിലാണ് ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും ഉണ്ടായിരുന്ന അതേ സാഹചര്യം ഉള്ളത്. അവിടെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നഹരിയ, ഹൈഫ ആ പ്രദേശങ്ങളിലൊക്കെ സൈറണും അവിടെ മിസൈലുകൾ വരികയും ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഹൈഫയിലേക്ക് ഇറാന്റെ മിസൈലുകൾ നമ്മൾ ഒടുവിൽ സംസാരിച്ചതിന് ശേഷം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പക്ഷേ ഇഞ്ചുറികളോ അല്ലെങ്കിൽ മറ്റേതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ മലയാളികളുടെ, നമ്മുടെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മൾ സംസാരിച്ചതിന് ശേഷം. അപ്പോൾ ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അയൺ ഡോം അടക്കം അത് നിർവീര്യമാക്കുന്നതായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? അതെ. വളരെ നന്ദി സോളമൻ. സുരക്ഷിതമായിരിക്കുക. അവിടെയുള്ള നമ്മുടെ മറ്റ് മലയാളി സുഹൃത്തുക്കളോടും പറയുക.